നമസ്കാരം. ബി.ജെ.പിയിൽ ദേശീയ അധ്യക്ഷ സ്ഥാനം ഒരു പ്രഗത്ഭരായ ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവരാനാണ് കേന്ദ്ര നീക്കം നടത്തുന്നത്. അതിന്റെ ആദ്യപടിയായി കർണാടക ഉപമുഖ്യമന്ത്രിക്ക് നറുക്കു വീണത്. ജെ.പി. നഡ്ഡ കേന്ദ്രമന്ത്രി ആയതോടെയാണ് ബി.ജെ.പിക്ക് കേന്ദ്ര അധ്യക്ഷ സ്ഥാനത്ത് വേണ്ടി യോഗ്യരായ ഒരു വ്യക്തിയെ മോദി തന്നെ തിരഞ്ഞെടുത്തത്. അസാമാന്യമായ നേതൃത്വ ശൈലിയും സംഘടനാ മികവും ചടുലമായ രീതിയിൽ നിർണായകമായ കഴിവുമാണ് ഫട്നാവിസിൽ കണ്ടതെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവും ഫട്നാവിസിന്റെ കേന്ദ്ര ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുള്ള വാതിലുകൾ തുറന്നുകൊടുത്തു. നിലവിൽ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ജെ.പി. നഡ്ഡ മാറുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനത്തുമുള്ള ബി.ജെ.പി നേതാക്കളും മാറുമെന്നത് വ്യക്തമാണ്. വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ബി.ജെ.പിയിലെ അധ്യക്ഷന്മാരെ മാറ്റില്ല എന്നതാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ ഫട്നാവിസിനെ സംബന്ധിച്ച് RSS ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രിയപ്പെട്ട നേതാവാണ്. കൂടാതെ മോദിയുടെയും അമിത്ഷായുടെയും വലം കൈ കൂടിയാണ്. മോദിയും അമിത്ഷായും സംബന്ധിച്ച് അവർക്ക് കേരളത്തിനോട് പ്രത്യേക സ്നേഹം ഉണ്ട് എന്നത് വ്യക്തമാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ കേന്ദ്രം കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. നിലവിൽ കേരള ബി.ജെ.പിയിലേക്ക് കേന്ദ്ര ബി.ജെ.പിയുടെ നേതാക്കളായ മോദിക്കും അമിത്ഷായ്ക്കും ഇഷ്ടം ശോഭാ സുരേന്ദ്രനെയാണ്. RSSനും ശോഭ തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകണമെന്നാണ് മോഹം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടും അതോടൊപ്പം തന്നെ 2026 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ശോഭയെ മുൻനിർത്തി ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കുക വളരെ എളുപ്പമാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ തന്ത്രം മെനയാനും നിമിഷം നേരം കൊണ്ട് തന്നെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര ബി.ജെ.പി നേതൃത്വം ശോഭാ സുരേന്ദ്രനിൽ കാണുന്ന ഏറ്റവും പ്ലസ് പോയിന്റ്. കൂടാതെ സംസ്ഥാനത്തെ മറ്റ് ബി.ജെ.പി നേതാക്കളെ കാട്ടി ഏറ്റവും കൂടുതൽ ബന്ധം, അതായത് കേന്ദ്ര നേതാക്കളുമായിട്ട് ബന്ധമുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. കൂടാതെ എവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാലും വലിയ തോതിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് ശോഭയെ സംബന്ധിച്ചിടത്തോളം മികച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മിഷൻ 2026 എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി.ജെ.പി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പണികൾ ആരംഭിച്ചത്. ഏത് രീതിയിലും കേരളത്തിൽ താമര വിരിയിച്ച് 2026 കേരളം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമൂഹ മാധ്യമങ്ങളും ബി.ജെ.പിയുടെ തന്നെ സമൂഹ മാധ്യമ അക്കൗണ്ടെല്ലാം ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ ആക്റ്റീവാണ്. കേന്ദ്രത്തിന്റെ പല പദ്ധതികളും, അതായത് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ നടത്തുന്ന പല പദ്ധതികളും കേരളത്തിലെ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. കേരളത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പിയും എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങളെ മനസ്സിലാക്കുക, അതാണ് ഈ ലക്ഷ്യത്തോടെ അവർ നടത്തുന്നത്.